Dear students, welcome to physics class. Today we discuss about watt hour meter. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഗൃഹവൈദ്യുതീകരണം ഹൗസ് ഹോൾഡ് ഇലക്ട്രിഫിക്കേഷനുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിരുന്നു. അതിൽ ഒരു പ്രധാനപ്പെട്ട ഇൻസ്ട്രുമെൻ്റ് ആയിരുന്നു വാട്ട് അവർ മീറ്റർ. എന്താണ് വാട്ട് അവർ മീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ഇലക്ട്രിക്കൽ എനർജീൻ്റെ എത്ര കൺസ്യൂം ചെയ്യുന്നുണ്ട് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി KSEB വെക്കുന്ന ഒരു മീറ്ററാണ് വാട്ട് അവർ മീറ്റർ. വാട്ട് അവർ മീറ്റർ ഈസ് എ ഡിവൈസ് ദാറ്റ് ഈസ് യൂസ്ഡ് ടു മെഷർ ഇലക്ട്രിക്കൽ എനർജി. ഇലക്ട്രിക്കൽ എനർജീനെ മെഷർ ചെയ്തിട്ട് എത്ര യൂണിറ്റ് ഇലക്ട്രിസിറ്റി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അതിനനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, KSEB ഓഫീസിൽ ബില്ലടയ്ക്കണം. അപ്പോൾ അതിൻ്റെ ഒരു കണക്ക് കിട്ടാൻ വേണ്ടിയിട്ട് വെക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ് വാട്ട് അവർ മീറ്റർ. ഇലക്ട്രിക്കൽ എനർജി ഈസ് മെഷേർഡ് യൂസിങ് യൂണിറ്റ് കിലോ വാട്ട് അവർ. ഇത് അളക്കുന്നത് നമ്മൾ പൊതുവേ കേൾക്കുന്നത് എന്താണ്, യൂണിറ്റ് വൈദ്യുതി. ഒരു യൂണിറ്റ് വൈദ്യുതി അല്ലെങ്കിൽ 2 യൂണിറ്റ്, എത്ര യൂണിറ്റായി നമ്മളൊരു മാസം യൂസ് ചെയ്തത്, ഇങ്ങനെയാണ് നമ്മൾ കേൾക്കാറ്. അപ്പം അതാണ് കിലോ വാട്ട് അവർ എന്ന് പറഞ്ഞാൽ. അതായത് കൊമേഴ്സ്യൽ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക്കൽ എനർജി ഈസ് കിലോ വാട്ട് അവർ. നമ്മൾ സാധാരണ ഗാർഹികവും അതുപോലെ വ്യവസായ ആവശ്യങ്ങൾക്കും കൊമേഴ്സ്യലായിട്ട് യൂസ് ചെയ്യുന്നതിന് പറയുന്നതാണെന്ത്, കിലോ വാട്ട് അവർ. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഒരു യൂണിറ്റ് എന്ന് പറയുന്നത്. Watt hour meter is a device that is used to measure electrical energy. Electrical energy is measured using the unit kilowatt hour. This is also known as unit. Yes, നമ്മൾ യൂണിറ്റ് എന്നാണ് അത് പരിചയമുള്ളത്. അതിനെ കറക്റ്റ് പറയുന്ന പേരാണ് കിലോ വാട്ട് അവർ. അതായത് ഒരു ഹവറിൽ എത്ര കിലോ വാട്ട് യൂസ് ചെയ്തു, അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. യെസ്, ഇലക്ട്രിക്കൽ എനർജി ഈസ് മെഷേർഡ് യൂസിങ് ദ യൂണിറ്റ് കിലോ വാട്ട് അവർ. ദെൻ അപ്പോൾ എന്താണ് ഒരു യൂണിറ്റ് അല്ലെങ്കിൽ ഒരു യൂണിറ്റ് ഇലക്ട്രിസിറ്റി എന്താണെന്ന് നമുക്കൊന്ന് വിശദമായി നോക്കാം. ഒരു യൂണിറ്റ് ഇലക്ട്രിസിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? 1 യൂണിറ്റ് ഇലക്ട്രിക്കൽ എനർജി ഈസ് ഈക്വൽ ടു 1 kWh. ഒരു യൂണിറ്റ് ഇലക്ട്രിക്കൽ എനർജി എന്ന് പറഞ്ഞാൽ അത് ഒരു kWh ആണ്, കിലോ വാട്ട് അവർ ആണ്. The commercial unit of electricity is kilowatt hour, kWh. A device of power 1000 watt, 1 kilowatt. When used for 1 hour, consumes 1 unit electrical energy. എന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടിൽ ഒരുപാട് ഇലക്ട്രിക്കൽ ഉപകരണങ്ങളുണ്ട്. ആ ഉപകരണങ്ങളുടെ മുകളിലൊക്കെ അത് എത്ര വാട്ടാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ CFL ലാമ്പിനെ പറ്റിയൊക്കെ പഠിച്ച സമയത്തും LED പറ്റി പഠിച്ചപ്പോൾ 14 വാട്ട്, അതുപോലെ തന്നെ 3 വാട്ട്, 5 വാട്ട്, 7 വാട്ട്, 9 വാട്ടൊക്കെ LED ഉണ്ട് എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പണ്ട് 15 വാട്ട് CFL യൂസ് ചെയ്ത സ്ഥലത്ത് ഇപ്പോൾ 5 വാട്ട് LED യൂസ് ചെയ്താൽ മതി. അപ്പം വാട്ട് എന്നുള്ളൊരു സംഭവം നമ്മൾ കേട്ടതാണ്. അപ്പോൾ അങ്ങനെ 1000 വാട്ട്, 1000 വാട്ട് ഉള്ള ഒരു ഇൻസ്ട്രുമെൻറ്റ്. നമ്മുടെ ഇസ്തിരിപ്പെട്ടിയൊക്കെ 1000 വാട്ട്, അതുപോലെ തന്നെ 1200 ഒക്കെ ഉണ്ടാകും. നമ്മൾ അയൺ ബോക്സ് 1000 വോട്ടും അല്ലെങ്കിൽ 1200 വോട്ടൊക്കെ ഉള്ള സാധനമായിരിക്കും. ഒരു 1000 വാട്ടുള്ള ഒരു അയൺ ബോക്സ് ആണെന്ന് വിചാരിക്കാം. അങ്ങനെയുള്ള 1000 വാട്ടുള്ള ഒരു അയൺ ബോക്സ് ഒരു മണിക്കൂർ വർക്ക് ചെയ്യാൻ, കറക്റ്റ് 1 അവർ വർക്ക് ചെയ്യാൻ എത്ര ഇലക്ട്രിക്കൽ എനർജി യൂസ് ചെയ്തു എന്ന് ചോദിച്ചാൽ അതൊരു യൂണിറ്റ് ആയിരിക്കും. അപ്പം ഒരു മണിക്കൂർ കൊണ്ട് 1000 വാട്ട് യൂസ് ചെയ്യാം. അപ്പോൾ അതിനെടുക്കുന്ന ഇലക്ട്രിസിറ്റി, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, 1 യൂണിറ്റ് ഇലക്ട്രിസിറ്റി. 1 യൂണിറ്റ് ഇലക്ട്രിക്കൽ എനർജി ഈസ് ഈക്വൽ ടു 1 kWh. ദ കൊമേഴ്ഷ്യൽ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക്കൽ എനർജി ഈസ് കിലോ വാട്ട് അവർ, kWh. എ ഡിവൈസ് ഓഫ് പവർ 1000 വാട്ട് വെൻ യൂസ്ഡ് ഫോർ 1 hour കൺസ്യൂംസ് 1 യൂണിറ്റ് ഓഫ് ഇലക്ട്രിക്കൽ എനർജി. 1000 വാട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻറ്റ് 1 hour യൂസ് ചെയ്യാൻ എടുക്കുന്ന 1 യൂണിറ്റ് ഇലക്ട്രിക്കൽ എനർജി ആയിരിക്കും. അതാണ് 1 കിലോ വാട്ട് ഹവർ, 1 kWh. യെസ്, ഇനി നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ കിലോ വാട്ട് ഹവറിൽ നമ്മൾ ഓരോ ഇൻസ്ട്രുമെൻ്റ് ഉണ്ടാകും. അപ്പോൾ ആ ഇൻസ്ട്രുമെൻറ്റ് എത്ര ടൈം എടുത്താലാണ് അതൊരു യൂണിറ്റ് വൈദ്യുതി ഉണ്ടാക്കുക എന്നൊക്കെ നമുക്ക് കണ്ടുപിടിക്കേണ്ടതുണ്ട്. നമ്മുടെ സാധാരണ CFLും LED ഒക്കെ എത്ര മണിക്കൂർ വർക്ക് ചെയ്താൽ നമുക്ക് ഒരു യൂണിറ്റ് ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യും, ഇതൊക്കെ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. The following equation can be used to calculate the electrical energy used.
ഇലക്ട്രിക് എനർജി ഇൻ കിലോ വാട്ട് അവർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പവർ ഇൻ വാട്ട്, ഏത് ഇൻസ്ട്രുമെൻ്റാണോ അതിൻ്റെ പവർ ഇൻ വാട്ട്, ദെൻ എത്ര ടൈം അത് മണിക്കൂറിൽ വർക്ക് ചെയ്യുന്നു, ടൈം ഇൻ ഹവർ, അതായത് 5 മണിക്കൂറാണോ 10 മണിക്കൂറാണോ, അത് നമ്മൾ എന്ത് ചെയ്യുന്നു 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഒരു 100 വാട്ടുള്ള ബൾബാണെങ്കിൽ 100 വാട്ട് ഇൻറ്റു 5 ഹവേഴ്സ് ആണെങ്കിൽ ഇൻറ്റു 5 ഡിവൈഡഡ് ബൈ 1000. അപ്പോൾ അത് എത്ര യൂണിറ്റ് ഇലക്ട്രിസിറ്റി യൂസ് ചെയ്തെന്ന് കാണാൻ പറ്റും. അപ്പം 5 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 1000, 500 ഡിവൈഡഡ് ബൈ 1000, ദാറ്റ് ഈസ് ഈക്വൽ ടു 0.5. അപ്പോൾ 0.5 യൂണിറ്റാണ് യൂസ് ചെയ്ത് മനസ്സിലാക്കുക. അപ്പോൾ അങ്ങനെ ഇതുപോലെ ഏത് ഉപകരണങ്ങൾ, ഏത് ഇൻസ്ട്രുമെൻ്റ് വേണമെങ്കിലും അത് എത്രയാണ് ഇലക്ട്രിസിറ്റി യൂസ് ചെയ്തതെന്ന് നമുക്ക് ഇതിൽ നിന്നും കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അതിനുള്ള ഇക്വേഷനാണ് ഈ പറഞ്ഞത്. എനർജി ഇൻ കിലോ വാട്ട് അവർ ഈസ് ഈക്വൽ ടു പവർ ഇൻ വാട്ട് ഇൻറ്റു ടൈം ഇൻ അവർ, പവർ ഇൻ വാട്ട് ഇൻറ്റു ടൈം ഇൻ അവർ ഡിവൈഡഡ് ബൈ 1000. ഓക്കെ, ഇനി നമുക്കൊരു പ്രോബ്ലം നോക്കാം. എ ഗ്രൈൻഡർ ഓഫ് പവർ 750 watt വർക്ക്സ് ഫോർ 2 hours. കാൽക്കുലേറ്റ് ദ എനർജി കൺസ്യൂംഡ്. ഇതാണ് ക്വസ്റ്റ്യൻ. ഒരു ഗ്രൈൻഡർ 750 വാട്ട് വർക്ക് ഫോർ 2 hours. കാൽക്കുലേറ്റ് ദ എനർജി കൺസ്യൂംഡ്. എനർജി ഈസ് ഈക്വൽ ടു 750 into 2 divided by 1000. Then 750 into 2 is equal to 1500. 1500 divided by 1000, that is equal to 1.5 units, 1.5 kWh. ഇത്രയേ ഉള്ളൂ ഒരു പ്രോബ്ലം. ഒരു ഉപകരണമൊക്കെ ഇതുപോലെ തന്നെ അതിൻ്റെ വാട്ടും അത് എത്ര മണിക്കൂറെന്ന് കണ്ടാലും നമുക്ക് സിമ്പിളായിട്ട് അത് എത്ര യൂണിറ്റ് വൈദ്യുതി ആ സമയം കൊണ്ട് യൂസ് ചെയ്യുന്നുണ്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, യെസ്, ഇതുമായി ബന്ധപ്പെട്ട മറ്റ് പ്രോബ്ലംസ് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഇനി നമ്മൾ KSEB നമ്മുടെ ഒരു ബില്ല് എല്ലാ മാസവും അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോൾ തരാറുണ്ട്. ദ താരിഫ് ഇൻസ്റ്റിറ്റ്യൂട്ടഡ് ബൈ KSEB ഫോർ household consumers is given in the table 3.8. Analyze the table and explore the various possibilities for energy conservation. Prepare a project to plan energy consumption at your home and minimize the cost of electricity. നമ്മുടെ വീട്ടിലെ ഇലക്ട്രിസിറ്റിയുടെ ബില്ല് ചില മാസങ്ങളിൽ വളരെ കൂടുതലും ചില മാസം കുറവൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പം അത് നമുക്ക് മാക്സിമം കുറച്ചാൽ, അതായത് കുറേ യൂണിറ്റുകൾ യൂസ് ചെയ്താൽ ഒരുപാട് ഇലക്ട്രിസിറ്റി ഇതിൻ്റെ ബില്ല് കൂടുതൽ കൊടുക്കേണ്ടതുണ്ട്. ഈ ടേബിൾ നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാകും. മന്ത്ലി ഫിക്സ്ഡ് ചാർജസ് സിംഗിൾ ഫേസ് RS 30, 3 ഫേസ് 80. എനർജി ചാർജസ് RS യൂണിറ്റ്, ഓരോ യൂണിറ്റിനും എത്രയാണെന്നുള്ളത്. ദെൻ മന്ത്ലി 0 to 40 ആണ് ഒരു കസ്റ്റമർ യൂസ് ചെയ്യുന്നതെങ്കിൽ, അത് BPL കസ്റ്റമേഴ്സ് ആണെങ്കിലാണ് പറയുന്നത്, ഒരു യൂണിറ്റിന് 1.5 റുപ്പീസേ ഉള്ളൂ. അത് അപ്ലൈ ഫോർ ദ BPL കസ്റ്റമേഴ്സ് വിത്ത് കണക്റ്റഡ് ലോഡ് ആൻഡ് ബിലോ 1000 വാട്ട്, അതായത് മൊത്തം 1000 വാട്ട് കണക്റ്റഡ് ലോഡുള്ള 0 to 40 യൂണിറ്റ് മാസം യൂസ് ചെയ്യുന്നുള്ളെങ്കിൽ അവർക്ക് ₹1.50 ഒരു യൂണിറ്റിന് കടക്കേണ്ടതുള്ളൂ. ഇനി സാധാരണ ആൾക്കാർക്ക് 0 to 50 യൂണിറ്റ് ആണ് ഒരു മന്ത്ലി യൂസ് ചെയ്യുന്നതെങ്കിൽ അത് 2.90, ₹2.90. 51 മുതൽ 100 യൂണിറ്റ് ആണെങ്കിൽ അത് ₹3.40. 101 മുതൽ 150 യൂണിറ്റ് ആണെങ്കിൽ ₹4.50. 151 മുതൽ 200 ആണെങ്കിൽ ₹6.10. 201 to 250 ആണെങ്കിൽ 7.30. 250 to 300 ആണെങ്കിൽ ഫോർ എൻറ്റയർ യൂണിറ്റ് അത് 5.50. 301 to 350 ആണെങ്കിൽ അത് 6.20. 351 to 400 ആണെങ്കിൽ അത് 6.50. 401 to 500 ആണെങ്കിൽ അത് 6.70. എബോ 500 യൂണിറ്റ് ആണെങ്കിൽ അത് 7.50. അപ്പം ഇവിടെ നമുക്ക് യൂണിറ്റുകൾ ഓരോ മന്ത്ലി എത്ര യൂണിറ്റ് യൂസ് ചെയ്യുക എന്നുള്ളതാണ് പറഞ്ഞത്. യൂണിറ്റ് കൂടുതൽ യൂസ് ചെയ്താൽ ഓരോ യൂണിറ്റിൻ്റെ റേറ്റ് കൂടുന്നുണ്ട്. അപ്പോൾ നമ്മൾ കഴിയുന്നതും ഒരു മാസം 50 യൂണിറ്റോ അല്ലെങ്കിൽ 50ൻ്റെ 100ൻ്റെ ഇടയിലൊക്കെ യൂസ് ചെയ്യാൻ ശ്രമിക്കണം. അതിൽ കൂടുതൽ വരുമ്പോഴാണ് ഈ ഹ്യൂജ് ബില്ല് വരുന്നത്. അപ്പം അതിനുള്ള കാരണം, കുറച്ച് യൂണിറ്റ് മാസം യൂസ് ചെയ്യുന്നവർക്ക് ഒരു യൂണിറ്റിന് കുറഞ്ഞ പൈസയേ ഉള്ളൂ. എന്നാൽ കൂടുതൽ യൂണിറ്റ് യൂസ് ചെയ്യുന്നേരം ഓരോ യൂണിറ്റിൻ്റെ റേറ്റ് മാറുകയാണ്. അതായത് 50 താഴെ യൂസ് ചെയ്യുമ്പോൾ ഒരു യൂണിറ്റിന് ₹2.90 ഉള്ളതെങ്കിൽ ഒരാൾ 200 യൂണിറ്റിനാണെങ്കിൽ
7.30 രൂപ 1 യൂണിറ്റിന് കൊടുക്കണം. അപ്പം കൂടുതൽ ഉപയോഗിക്കുന്ന നേരം ഓരോ യൂണിറ്റിൻ്റെ റേറ്റും വലുതായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് കഴിയുന്നതും കുറഞ്ഞ യൂണിറ്റ് വൈദ്യുതികൾ യൂസ് ചെയ്യുക. ആവുന്നത്ര എന്ത് ചെയ്യുക, എനർജി കൺസർവ് ചെയ്യുക, ഇലക്ട്രിസിറ്റി പാഴാക്കാതിരിക്കുക. അത് നമുക്ക് സാമ്പത്തിക ലാഭം ഉണ്ടാക്കും, നമ്മുടെ എനർജി നഷ്ടപ്പെട്ടു പോകാതിരിക്കാനും സഹായിക്കും. അതുകൊണ്ട് ഈ കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക. വീട്ടിൽ ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക. അത് രക്ഷിതാക്കളെയും മറ്റുള്ളവരെയും ബോധവൽക്കരിക്കുകയും ചെയ്യും. ഓക്കെ, ഇതാണ് നമുക്ക് ഈ ചാപ്റ്റർ കൊണ്ട് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ഹോംവർക്ക് കൂടെ അതിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട്. ഇതുകൂടി എല്ലാവരും ചെയ്തിടുക. ഓക്കെ, താങ്ക് യു.